പ്രയർ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ആരാ പ്രയർ അതിന്? ഞാൻ പാടാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. തോട്ട്. ഗുഡ് മോർണിംഗ് മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ടുഡേ തോട്ട്സ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം കടന്നു പോകുന്നു. ഈ ജീവിതം കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയുള്ള ഒരു നീണ്ട വഴി കൂടിയാണ്. നിർത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനാവൂ. നമ്മുടെ ഈ ജീവിതത്തിൽ ചീത്ത കാര്യങ്ങളും കടന്നു പോകും, നല്ല കാര്യങ്ങളും കടന്നു പോകും. അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. കൂടുതൽ വിഷമിക്കാതിരിക്കുക, കാരണം ആ സമയം കടന്നുപോകും. അതുപോലെ തന്നെ വിജയങ്ങൾ സംഭവിക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും അഹങ്കരിക്കാതിരിക്കുക, കാരണം ആ സമയം ഒരു നാൾ കടന്നുപോകും. അതുകൊണ്ട് തന്നെ എല്ലാം കടന്നു പോകും എന്നുള്ള ഈ പരമമായ തത്വം മനസ്സിലാക്കിക്കൊണ്ട് live your life to the fullest. Enjoy this beautiful journey of life. Thank you. Okay. Good morning all. Good morning ma'am. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, നമ്മളിപ്പോ യൂണിറ്റ് 6 ആയിരുന്നു, സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ് ഇനി എടുക്കാനുള്ള ടോപ്പിക് അല്ലേ? അതെ മാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചായിരുന്നു. പറഞ്ഞു വെച്ചു. ആ നോർമലൈസേഷൻ എന്നായിരിക്കും ഞാൻ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നോർമലൈസേഷനിൽ നമ്മുടെ എന്താ പറയാ, മെറ്റീരിയൽസും വർക്കും കാര്യങ്ങളും ചെയ്യിക്കുന്നതിലൂടെ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ആരാക്കി മാറ്റുന്നു? നോർമൽ ചൈൽഡാക്കി മാറ്റുന്നു. ഈ നോർമൽ ചൈൽഡായ കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. ഈ കുട്ടികളിൽ നമ്മൾ എന്താ പറയാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ, നിങ്ങളുടെ 118 ആണ് കേട്ടോ. ഓക്കെ, ഈ കുട്ടികളുടെ ഡിഫറെന്റ് നല്ല ക്വാളിറ്റീസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതെന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് യൂണിറ്റ് 6ലേക്ക് വരാം. സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. ഇനി മോണ്ടിസോറി ക്ലാസ് റൂം, ചിൽഡ്രൻസ് ആർ പ്രൊവൈഡ് വിത്ത് എൻവയോൺമെന്റ് capable of being nourished. Teachers is careful about the various stages of development of the child and help him with the internal needs. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യാനായിട്ട്, പ്രേരിപ്പിക്കാനായിട്ട്, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവരെ നല്ല രീതിയിൽ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളിലൂടെ കുട്ടികളുടെ ഈച്ച് ആൻഡ് എവറി സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ് പ്രോപ്പർ ആക്കാൻ, നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയാ, സോ thus the child is able to work as per his way. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫുൾ ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തും ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്,
മോണ്ടിസോറിയിലെ ഷെൽഫിന്റെ കാര്യം അല്ലെ, ഷെൽഫ്സിലാണ് മെറ്റീരിയൽസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഏത് മെറ്റീരിയൽ ആണ് ഇഷ്ടമുള്ളത് ആ മെറ്റീരിയൽ പോയി സെലക്ട് ചെയ്യാനുള്ള ഒരു എന്തുണ്ട്, ഫ്രീഡം ഉണ്ട് ഇല്ലേ. നിങ്ങൾ ക്ലാസ്സിൽ വന്നു, മോണ്ടിസോറി ക്ലാസ്സിൽ വന്ന സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നില്ലല്ലോ, വന്നവരുണ്ടല്ലോ, അവർക്ക് ഞങ്ങളൊരു ഫ്രീഡം തന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം, അവിടെ മെറ്റീരിയൽസ് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് പോയി സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ നമ്മൾ മുതിർന്നവരായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്, നമ്മുടെ മെത്തേഡിന്റെ ഒരു കാര്യമാണ്. നമ്മൾ ഫുൾ ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മൂവ് ചെയ്യാം, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം, നിർബന്ധമൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് മൂവ് ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, റിപ്പീറ്റ്ലി ചെയ്യാം. സോ ഹിസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി വർക്ക് ഇൻ യൂണിസൺ. അവരുടെ മെന്റൽ എനർജി നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സും ശരീരവും ഒരുമിച്ച്, നമ്മുടെ ഫിസിക്കൽ എനർജി ആൻഡ് മെന്റൽ എനർജി വർക്ക് ഇൻ യൂണിസൺ, ഒരുമിച്ച് വർക്ക് ചെയ്യും. അങ്ങനെയാണ് കുട്ടി ആരായിട്ട് മാറുന്നത്, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറുന്നത്. ദ ചൈൽഡ് ബിക്കംസ് നോർമലൈസ്ഡ്, അതുവഴി കുട്ടി നോർമലൈസ്ഡ് ആയിട്ട് മാറും. നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവിടുത്തെ എൻവയോൺമെന്റ് ഉണ്ട് അല്ല, മോണ്ടിസോറി എൻവയോൺമെന്റും കാര്യങ്ങളും കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എന്താണ്, ആ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഭയങ്കര അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് അവർ വരുമ്പോൾ. ഓക്കെ, മെറ്റീരിയൽസും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് എത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം മോണ്ടിസോറി ഞാൻ പറഞ്ഞില്ലേ, ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക്. അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യുന്നില്ല. എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുമിച്ചിരുത്തി ടീച്ചേഴ്സ് എപ്പോഴും ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒബ്സർവേഷൻ സൂപ്പർവിഷൻ മാത്രം, നമ്മൾ എപ്പോഴും ഗൈഡ് ചെയ്യുന്നില്ല. അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന് ഫോളോ ചെയ്യണം അങ്ങനെ ഒന്നും നമ്മൾ നിർബന്ധിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർ റിപ്പീറ്റ്ലി ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിലൂടെ കുട്ടികൾ ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളുണ്ടല്ലോ, അവർ നല്ല രീതിയിൽ നല്ല ക്ലോസ് ആവും. പിന്നെ അവർ തമ്മിൽ നല്ല ഇഷ്ടം ഉണ്ടാവും, നല്ല ലവ് ഈച്ച് അതർ. അതേപോലെ തന്നെ ടുഗദർനെസ്, ഒരുമിച്ച് നിൽക്കുക, ലവ്, ഷെയറിങ്, ഹാർമണി, ഒത്തൊരുമ, ഇതെല്ലാം നമ്മുടെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നോക്കാം. ദസ് സോ മെന്റൽ എനർജി ആൻഡ് ഫിസിക്കൽ എനർജി വർക്കിംഗ് യൂണിസൺ ദ ചൈൽഡ് ബിക്കം നോർമലൈസ്. അവന്റെ മനസ്സും ശരീരവും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സും ശരീരവും ഒരുമിച്ചായാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ടച്ച് ടാബ്ലെറ്റ്സ് കണ്ണടച്ചിട്ടത് ടച്ച് ചെയ്ത് നോക്കിയിരുന്നോ? ടച്ച് ടാബ്ലെറ്റ്സ് ചെയ്തോ? അതില് സാധാരണ റഫ് ആയിട്ടുള്ള അല്ലാണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് ടാബ്ലെറ്റ്സ് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, ഡിഫറൻസ് അറിയാൻ പറ്റില്ല അല്ലെ. പക്ഷെ അത് കണ്ണടച്ചത് ടച്ച് ചെയ്ത് നോക്കിയാൽ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുമിച്ച് വർക്ക് ചെയ്താൽ, ടച്ച് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതെ മാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും കറക്റ്റ് ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു കുട്ടി നോർമലൈസ്ഡ് ചൈൽഡായി മാറുന്നുള്ളൂ. Thus, a Montessori classroom become a gathering of normalized children. നമ്മൾ Montessori classroom എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ വാർത്തെടുക്കുന്ന സ്ഥലമാണ്. When children are normalized, it is possible to give them a perfect freedom in the class. നമ്മൾ ഒരു നോർമലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സിലെ ഫുൾ ഫ്രീഡം നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, ഏൽപ്പിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഹാവ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഫ്രം ദം. അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളും ആ കുട്ടികൾക്ക് ഉണ്ടാവും. അവർ നോർമലി ആ എൻവയോൺമെന്റിനോട് ചേരുമ്പോൾ, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു പെർഫെക്റ്റ് എന്താണ് ഫോളോ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഡിസിപ്ലിൻ. അവരിൽ വരുന്നതാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നതല്ല. അവർ നോർമലൈസ്ഡ് ചൈൽഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ആ ഡിസിപ്ലിനും നല്ലൊരു ഒബീഡിയൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ നോർമലൈസേഷനിൽ കണ്ടു. This is the society of new children. ഈ കുട്ടികളെയാണ് നമ്മൾ മോണ്ടിസോറി പറഞ്ഞത് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ റെഫേഴ്സ് ടു ബൈ മോണ്ടിസോറി. മോണ്ടിസോറി ഇങ്ങനെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെയാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്.
This is something formed by attraction between or among the children. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ നല്ലൊരു അട്രാക്ഷൻ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് എന്താ പറയാ സ്വന്തം കാര്യം ചെയ്യാൻ, നമ്മുടെ വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം മറ്റുള്ളവരും കൂടി ചെയ്തോട്ടെ, അവരും കൂടി ചെയ്യട്ടെ, അവരും കൂടി നമ്മളൊപ്പം വരട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിലായാലും ഒരാൾ വർക്ക് ചെയ്തു, ആ വർക്ക് ചെയ്തു, അത് ചിലപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരും. അതെന്താണ് മറ്റുള്ളവരും കൂടെ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ട് അവർ ചെയ്തോട്ടെ അവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ്. മെറ്റീരിയൽസും കാര്യങ്ങളും ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്ത് ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഐഡിയ പറഞ്ഞു കൊടുക്കും. ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐഡിയ പറയും, ഇങ്ങനെ ചെയ്യാട്ടോ, നമുക്ക് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞു തരും ഇല്ലേ. നമുക്കറിയാത്തൊരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സ് ചെയ്തല്ലേ. അതാണ് ഇവര് തമ്മിൽ നല്ലൊരു അട്രാക്ഷനും കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉള്ള നിങ്ങളാണ് ഇപ്പോ എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടും കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പൊ നിങ്ങൾ നോർമലൈസ്ഡ് ചൈൽഡായി മാറിയിട്ടാ. ഓക്കെ, it is natural and spontaneous unification of the cohesion. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ നാച്ചുറൽ ആണ്, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അവർ നമ്മളുടെ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവര് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. Children are able to attain such cohesion because they are naturally full of love. എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഈ ഒരു കൊഹീഷൻ അറ്റൈൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ തമ്മിൽ നാച്ചുറലി ഫുൾ ഓഫ് ലവ്, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരോട് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു മനസ്സ്, ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവരല്ലോ അവന് വിഷമാവോ എന്നുള്ളൊരു ഫീലിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴാണ് ഈ കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു യൂണിഫിക്കേഷനും കാര്യങ്ങളും വരുന്നത്. Therefore, we should help them foster these qualities by giving the right environment and condition. നമുക്ക് ഈ ക്വാളിറ്റീസും കാര്യങ്ങളും കുട്ടികൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തിലാണ്. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന് കാണുന്ന 3 ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. അവർ തമ്മിൽ നല്ല സ്നേഹമായിരിക്കും, നല്ല ഹാർമണി ഉണ്ടാവും, നല്ല സിമ്പത്തറ്റിക് ആയിരിക്കും. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ചെയ്തു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ മാറിയിട്ടില്ല, അവനെയും കൂടി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ് അവന്. ഫീലിംഗ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ ഫീലിംഗ്സ് ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്, മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി കൊഹീഷൻ ഇസ് ബേസ്ഡ് ഓൺ ഫോളോയിങ്. താഴെ പറയുന്നതിന്റെ ബേസിലാണ് കൊഹീഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. നമുക്കറിയാം, നമ്മൾ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കറിയാം ഇപ്പൊ ഒരാള് ചെയ്യണ്ട, നമ്മൾ എന്താണ് കുട്ടികൾ തമ്മിൽ മെറ്റീരിയൽസിന് ഡിസ്പ്യൂട്ട് ആവും എന്ന് നമ്മൾ വിചാരിക്കില്ലേ. മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഡിസ്പ്യൂട്ട് വരും എന്ന് നമ്മൾ വിചാരിക്കില്ലേ. അവർക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിക്കൂലേ. കുഞ്ഞു കുട്ടികളാ അല്ലെ, ചെറിയ 3 to 6 ഏജിലെ കുട്ടികൾ എന്തായാലും വാശി പിടിക്കും. ആദ്യമൊക്കെ ചിലപ്പോൾ അവരിങ്ങനെ വാശി പിടിക്കും, ഡിസ്പ്യൂട്ട് ഒക്കെ ചെയ്യുമായിരിക്കും. പിന്നീട് അവർ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിലേക്ക് വരും. ആദ്യം നീ ചെയ്തോ മെറ്റീരിയൽ, അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ. അവർ തമ്മിൽ ഓർലി ആ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളെ നമുക്ക് സ്വയമേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റെസിപ്രോക്കൽ ഹെൽപ്പ്, അതേപോലെ തന്നെ അവര് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി കൊടുക്കും. നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും. മുതിർന്ന കുട്ടികള് അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റോഡ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്ന കുട്ടികൾ, നമ്മൾ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, മുതിർന്ന കുട്ടികളെയാണ് ചെറിയ കുട്ടികൾ എന്താക്കുന്ന റോഡ് മോഡൽ ആയിട്ട് കാണുന്നത്. ദെൻ നമ്മൾ പറയുന്ന ഒരു ക്വാളിറ്റിയാണ് ഹാർമണി. ഇവര് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടാവും, നല്ലൊരു ബോണ്ട് ഉണ്ടാവും. അവർ തമ്മിൽ നല്ലൊരു ലവ്, സിമ്പതി, ഷെയറിങ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലൊരു കോപ്പറേഷനും നല്ലൊരു ബോണ്ടും ഈ കുട്ടികളിൽ കാണും. ഓക്കെ ഓക്കെ മാം ഒരു സംതിങ് ഇട്ടോട്ടെ. പറഞ്ഞോ. നോർമലൈസ്ഡ് ചിൽഡ്രന്റെ ഇതല്ലേ പറഞ്ഞത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. അല്ല ഡീവിയേഷൻ ചിൽഡ്രന്റെ അല്ലല്ലോ.
അല്ല നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് കൂട്ടത്തെ. ഓക്കെ മാം. 1 minute. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. നമ്മുടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി കാണും. ദർ ആർ നോർമലി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ചിൽഡ്രൻസ്. എന്തായാലും കുട്ടികൾ തമ്മിൽ ചെറിയ തർക്കങ്ങളും ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓവർ ദ മെറ്റീരിയൽസ് ആൻഡ് മെനി അതർ സിറ്റുവേഷൻ. മെറ്റീരിയൽസിനെ ചൊല്ലിയും മറ്റു സിറ്റുവേഷനിലും കുട്ടികൾ തമ്മിൽ എന്തുണ്ടാവും? ഡിസ്പ്യൂട്ട് ഉണ്ടാവും. However, children in Montessori school are capable of solving problem by themselves. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് എന്താണ്? അവർക്ക് നല്ലൊരു കേപ്പബിലിറ്റി ഉണ്ട്. പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നല്ലൊരു എന്തുണ്ട്? കേപ്പബിലിറ്റീസ് ഉണ്ടാവും. ബൈ ദംസെൽഫ് ത്രൂ റെസിപ്രോക്കൽ കൺസെന്റ് ആൻഡ് എഗ്രിമെന്റ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ നീ ആദ്യം മെറ്റീരിയൽ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എനിക്ക് മെറ്റീരിയൽ തരണം. അങ്ങനെ റെസിപ്രോക്കൽ കൺസെന്റിന്റെയും എഗ്രിമെന്റിന്റെയും ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കുട്ടികൾ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മൾ ടീച്ചർ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. പിള്ളേർ തമ്മിൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ അവര് സോൾവ് ചെയ്യുന്നുണ്ടോ? അവർ സോൾവ് ചെയ്തത് ഓക്കെ ആവണമെങ്കിൽ അത് ഓക്കെ ആവട്ടെ. എന്നിട്ടും ആ സോൾവ് ആയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫാക്കൽറ്റീസ് എന്ത് ചെയ്താൽ മതി? ഇടപെട്ടാൽ മതി. നമ്മളത് ഒബ്സർവ് ചെയ്യാം. കുട്ടികൾ തമ്മിൽ ആ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാല് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം ഈ മെറ്റീരിയൽ എന്നെ പോലെ തന്നെ ആർക്കും യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകും. നോർമലൈസ്ഡ് ചൈൽഡ് ആവുമ്പോൾ തന്നെ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ റൈറ്റ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽസിനും നമ്മൾ തർക്കങ്ങളൊന്നും വരിക ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ആദ്യം ചെയ്യണം എന്നുള്ളതായിരിക്കും. നമ്മൾ ഒരാൾ വിട്ടുകൊടുക്കും, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ വിട്ടുകൊടുക്കും. അടുത്ത ചാൻസിൽ ചിലപ്പോൾ അയാളായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു റെസിപ്രോക്കൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അത് നോക്കാം. അടുത്ത പോയിന്റ് റെസിപ്രോക്കൽ ഹെൽപ്പ് ആണ്. There would be such a care between children where the older one will help the younger one while the younger one help each others. അപ്പൊ നമ്മുടെ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരാളെ ഒരു കാര്യത്തിൽ സഹായിച്ചു, ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു വ്യക്തിനെ സഹായിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് ആ സഹായം തരുന്നത് ചിലപ്പോൾ നമ്മളൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് വേറൊരാളായിരിക്കും ആ ഒരു സഹായം ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇഫ് യു ഹെൽപ്പ് വൺ ദാറ്റ് വിൽ റിഫ്ലക്ട് ദം ദ സെയിം ഇൻ അനദർ വേ. നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഹെൽപ്പ് കിട്ടണമെന്നില്ല. നമ്മളൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് മറ്റൊരു ആളിൽ നിന്നായിരിക്കും ആ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫിക്കൽറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ മറ്റുള്ളവർ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരാം. ഓക്കെ. കർമ്മ എന്ന് പറയുന്നത് അല്ലേ? മനസ്സിലായില്ല? കർമ്മ എന്ന് പറയില്ലേ മാം നമ്മള്? കർമ്മ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തായാലും ഹെൽപ്പ് കിട്ടും. കാരണം നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എടുത്ത് നോക്കിക്കോ. ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത വ്യക്തിയെ ആയിരിക്കില്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന, മറ്റൊരാളുടെ രൂപത്തിലായിരിക്കും നമുക്ക് ആ ഹെൽപ്പ് കിട്ടുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ആ വ്യക്തി തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്ന് മൈൻഡ് വേണ്ട. നമുക്ക് ഏതെങ്കിലും മുഖേന നമുക്ക് ആ ഒരു ഹെൽപ്പ് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ. ഓക്കെ. There would be such care between the children where the older one will help the younger ones. അപ്പൊ മുതിർന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരെ യങ്ങർ ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ഈ യങ്ങർ വൺസ് എന്ത് ചെയ്യും? അവരുടെ കൂടെയുള്ള മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഓൾഡർ വൺസ് എന്ന് വെച്ചാൽ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. മോണ്ടിസോറി മെറ്റീരിയൽസും കാര്യങ്ങളും അവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ ജസ്റ്റ് ഇപ്പൊ പിങ്ക് ടവർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. പിങ്ക് ടവർ അറേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഓൾഡർ വൺസിന് അത് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നറിയാം. അപ്പൊ യങ്ങർ വൺസിന് അറിയില്ല. അപ്പൊ നമ്മളൊരു പ്രാവശ്യം നമ്മൾ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്താലും ചിലപ്പോൾ അവർ മറന്നു പോകും. അപ്പൊ പിന്നെ അവരെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും ഓൾഡർ വൺസ് ആയിരിക്കും, മുതിർന്നവരായിരിക്കും. ഇങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് ഗൈഡൻസ് കൊടുക്കുന്നത് ആരായിരിക്കും? ഓൾഡർ വൺസ് ആയിരിക്കും. ഓക്കെ. അപ്പോ പിന്നെ അതേപോലെ തന്നെ ഈ യങ്ങർ വൺസ് എന്ത് ചെയ്യും? ഈ കുട്ടികള് ഇവരുടെ സമപ്രായക്കാരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനേ ശ്രമിക്കുള്ളൂ. ഓക്കെ. They would show respect and interest in each others. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാവരും വർക്ക് റെസ്പെക്ട് ചെയ്യും. അതേപോലെ ഒരാൾ ഞാൻ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. മറ്റുള്ളവരോടും വർക്ക് കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാം.
there would be admiration of each other's work, and all this came spontaneously and naturally from the children. ഇത് നമ്മൾ ആരും നിർബന്ധിച്ച് അവരെ കൊണ്ട് ചെയ്യുന്നതല്ല. റെസിപ്രോക്കൽ ഹെൽപ്പ് ഓൾഡർ വൺസിനോട് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ യങ്ങർ വൺസിന് ഹെൽപ്പ് ചെയ്യണം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. അത് എന്താണ് സ്പോണ്ടേനിയസ്ലി വരുന്നതാണ്. അത് നോർമലി നാച്ചുറലി കുട്ടികളിൽ സംഭവിക്കുന്നതാണ്. ദാറ്റ് ഈസ് യൂഷ്വലി ബിക്കോസ് in a Montessori environment, the children are given the freedom. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മുടെ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. ചിൽഡ്രൻസ് നീഡ് ടു കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യണം. കോമ്പറ്റീഷൻ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എന്ത് ചെയ്യുന്നില്ല, എൻകറേജ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, നമ്മളിവിടെ കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. നമ്മൾ കുട്ടികൾ തമ്മിൽ കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. No competition is permitted in the environment, and naturally this prepare the children to wants to share and help one another. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ തമ്മിൽ ഫസ്റ്റ് ചെയ്ത് തീർക്കണം അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നാച്ചുറലി നമ്മൾ കുട്ടികൾ ആ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റും ഒക്കെ കുട്ടികളിൽ തന്നെ ഡെവലപ്പ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രിപ്പയർ എന്നാണ്, പ്രിപ്പയർ എന്നാക്കിക്കോട്ടോ ഒരു വേർഡ് ഇവിടെ കേട്ടോ, പ്രിപ്പയർ എന്നാക്കിക്കോ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ക്വാളിറ്റീസ് ആണ് നോർമലൈസ്ഡ് കുട്ടികളുടെ നോക്കിയത്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ അവകാശത്തെ റെസ്പെക്ട് ചെയ്യും. എനിക്ക് മാത്രം ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ അങ്ങനെയൊന്നല്ല. ഇപ്പോ എനിക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരു റെസ്പെക്ട്, അവർ മറ്റുള്ളവർ ചെയ്യുന്ന വർക്ക് റെസ്പെക്ട് ചെയ്യുന്നു. അതേപോലെ അവർ തന്നെ മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടും കാര്യങ്ങളും കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. അവർ തമ്മിലൊരു കൺസെന്റും എഗ്രിമെന്റ് ബേസിൽ അവർ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. നമ്മൾ ആരാണ്, നമ്മൾ ഫാക്കൽറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയില്ല, നൈസായിട്ട് സോൾവ് ആവുകയാണെങ്കിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണ്ട, ആ പ്രശ്നങ്ങളിലേക്ക് ഇടപെടേണ്ട. അത് അവർ തന്നെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി റെസിപ്രോക്കൽ ഹെൽപ്പ് നമുക്ക് കാണാൻ പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അവരെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോർമലി കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് കുട്ടികളിൽ. അപ്പം അവിടെ നമ്മൾ നാച്ചുറലി ആണ് ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഷെയറിംഗ് മെന്റാലിറ്റിയും കാര്യങ്ങളും ഡെവലപ്പ് ആകുന്നത്. ഇത് എന്തിന്റെ ബേസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ബേസ് ആണ്. അതേപോലെ തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ പെർമിറ്റ് ചെയ്യാത്തൊരു കാര്യമാണ് കോമ്പറ്റീഷൻ. സോ അവർക്ക് ആരായിട്ടും എന്ത് ചെയ്യണ്ട, കോമ്പീറ്റ് ചെയ്യേണ്ട. ഫസ്റ്റ് എത്തണം, എന്റെ വർക്കാണ് ആദ്യം കംപ്ലീറ്റ് ആവേണ്ടത്, അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഉണ്ടാവില്ല. സോ അവര് നല്ല ഷെയറിംഗ് ഹാബിറ്റ് ഉള്ള കുട്ടികളായിരിക്കും, ഹെൽപ്പിംഗ് ഹാബിറ്റ് ഉള്ള കുട്ടികളായിരിക്കും, നല്ല മ്യൂച്വൽ ലവ് ആൻഡ് റെസ്പെക്ട് ഈ കുട്ടികളുടെ നല്ല ക്വാളിറ്റീസ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് പോയിന്റും ഏകദേശം മനസ്സിലായോ? മനസ്സിലായോ പോയിന്റ്സ്? ഒന്ന് വായിച്ചു നോക്കട്ടോ. വായിക്കുമ്പോ ആദ്യം മുതൽ വായിക്കുക, സൊസൈറ്റി ഓഫ് കോഹീഷൻ മുതൽ ലാസ്റ്റ് നമ്മളുടെ റെസിപ്രോക്കൽ ഹെൽപ്പ് വരെയും വായിക്കുക കേട്ടോ. മാം ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഓക്കെ, ഉണ്ടായിരുന്നില്ലേ? ഇല്ല മിസ്, ഞാൻ ഇപ്പഴാ ജസ്റ്റ് കേറിയത്. എനിക്ക് മാത്രം പറഞ്ഞാ പോരേടാ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടിയുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾക്ക് വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വർക്കും അവർക്ക് ചെയ്യാനുള്ള ഫ്രീഡം കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും യൂണിസൺ ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ആ വർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ, ഡീവിയേറ്റഡ് ആണെങ്കിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റീവ് വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുന്നു. അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ എന്താ പറയുക, നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും. ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികൾ തമ്മിൽ നല്ല ബോണ്ട് ആയിരിക്കും, നല്ല ഫുൾ ഓഫ് ലവ്, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സ്, ഷെയറിംഗ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ് അവരിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല, നാച്ചുറലി ഫോം ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ് ഇത്. അതേപോലെ തന്നെ ഈ ക്വാളിറ്റീസ് ബൂസ്റ്റർ ചെയ്യാൻ വേണ്ടി, ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് നമ്മുടെ മെറ്റീരിയൽസ് ആണ്. ഈ ക്വാളിറ്റീസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്.
അതേപോലെ ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ക്വാളിറ്റീസ് ആണ് അവരെ റെസ്പെക്ട് ദ റൈറ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യും. എനിക്ക് മാത്രമല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് മറ്റുള്ളവർക്കും കൂടി ഉണ്ട്. റെസിപ്രോക്കൽ ഹെൽപ്പ്, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു. മറ്റുള്ളവരുടെ വർക്കിലും കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. മോറൽ ഹെൽപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ, ഓൾഡർ വൺസ് ആണ് യങ്ങർ വൺസിനെ സംബന്ധിച്ച് എന്താണ് റോൾ മോഡലായിട്ട് ആക്ട് ചെയ്യുന്നത്. നല്ല ഒത്തൊരുമയോട് കൂടി ഹാർമണിയോട് കൂടി ആയിരിക്കും അവർ ഓരോ വർക്കും എന്ത് ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, റീഡ് ചെയ്ത് നോക്കിയോ നിങ്ങള്? ക്ലിയർ ആണോ രണ്ട് ക്വാളിറ്റീസും? ഓക്കെ, ഞാൻ അടുത്ത രണ്ട് ക്വാളിറ്റീസിലേക്കാണ് പോകുന്നത്. മോറൽ ഹെൽത്ത് ആൻഡ് ഹാർമണിയിലേക്കാണ് പോകുന്നത്. If children provide moral help to other children by comforting them for being wrong, for being bad, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. മോറൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ. ഒരു കുട്ടി തെറ്റിപ്പോകുന്നത് കാണുമ്പോൾ അതങ്ങനെയല്ല മോനെ, അതങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓൾഡർ വൺസ് എന്ത് ചെയ്യും, അവരെ കംഫർട്ട് ചെയ്യും, അവരോട് പറഞ്ഞു കൊടുക്കും. ഡിഫറെന്റ് ഫ്രം ചിൽഡ്രൻസ് റിഗാർഡ് ദ റോങ് ഡൺ ആസ് സംതിങ് ബാഡ് ഓർ മിസ്റ്റേക്ക്, but rather regard it is misfortune, and that one who had done it is an unfortune of one who should be comforted and helped. ജസ്റ്റ് സിമ്പിൾ ആണ്. നമ്മള് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം അവർക്ക് ബാഡ് ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മള് തെറ്റിപ്പോകുമ്പോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വാശിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഓൾഡർ വൺസ് എന്ത് ചെയ്യും, ഈ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം ഒറ്റയടിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. വീണ്ടും വീണ്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ അവർ നമുക്ക് നോർമൽ ചൈൽഡാക്കി മാറ്റാനായിട്ട് പറ്റും. ഓരോ കുട്ടീനെ അനുസരിച്ചും അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ചിൽഡ്രൻസ് വിൽ ഇൻസ്പയർ വൺ അനദർ ടു ബി ഗുഡ്. അപ്പൊ നമ്മൾ ഈ കുട്ടികൾ ഓൾഡർ വൺസിനെ കണ്ടിട്ടാണ് ആര് യങ്ങർ വൺസ് പഠിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത പറഞ്ഞു. ഈ മെറ്റീരിയൽസും കാര്യങ്ങളും ആദ്യം എന്തായിരുന്നു ചെയ്തിരുന്നത്, നമ്മൾ ടീച്ചർ ഫെസിലിറ്റേറ്റർ തന്നെ മെറ്റീരിയൽസ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ
പിന്നീട് ഈ ടീച്ചർ കണ്ട് കുട്ടികൾ പഠിക്കുന്നത് കണ്ടപ്പോൾ മോണ്ടിസോറി തന്നെയാണ് കുട്ടികൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫും കാര്യങ്ങളും അറേഞ്ച് ചെയ്തത്. എന്നിട്ട് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, നമ്മൾ തിരിച്ച് ആ ഒരു ഷെൽഫിലേക്ക് കുട്ടികളെ കൊണ്ട് തന്നെ പ്ലേസ് ചെയ്യുന്നു. കുട്ടികൾക്ക് ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽസ് കൊണ്ടുവന്ന് വർക്ക് ചെയ്യാം. ആ ഒരു ഫ്രീഡം നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തു. നമ്മൾ ഇതിൽ പറയുന്നത് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ആദ്യം ചിലപ്പോൾ വരുമ്പോൾ അവര് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് അവിടെ തന്നെ ഇട്ടിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവര് വർക്ക് ചെയ്തോ അത് അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് ചിലപ്പോൾ അവനന്ന് പോകും. രണ്ടാമത്തെ ദിവസവും അവൻ വരുമ്പോൾ ഈ മെറ്റീരിയൽസ് കുട്ടികൾ കളക്ട് ചെയ്യുന്നതും റീപ്ലേസ് ചെയ്യുന്നതും അവൻ റിപ്പീറ്റിൽ കാണാം. അവര് കുട്ടികൾ എടുക്കുന്നതും സെലക്ട് ചെയ്യുന്നതും തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നതും ആര് കാണാണ്, ഈ കുട്ടി കാണാണ്. സോ ഓട്ടോമാറ്റിക്കലി അവൻ എന്ത് ചെയ്യും, ആ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ തുടങ്ങും. അവൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ശ്രമിക്കും. കാരണം അവന്റെ ഓർഡർ വൺസ് എന്താണോ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികൾ ഫോളോ ചെയ്യുന്നത്, ഫോളോവേഴ്സ് ചെയ്യുന്നത്. ചിൽഡ്രൻ വിൽ ഇൻസ്പയർ വൺ അനദർ ടു ബി ഗുഡ്. അപ്പോൾ നമ്മുടെ ഓൾഡർ വൺസ് നല്ല രീതിയിൽ നല്ല പേഴ്സണാലിറ്റി ആണ്, നല്ല ക്യാരക്ടർ ആണ്, ഹെൽപ്പിംഗ് ക്യാരക്ടർ ഉള്ളവരാണെങ്കിൽ അവര് ആ കുട്ടികൾ ഏത് യങ്ങർ വൺസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ്, ഓൾഡർ ചിൽഡ്രൻസ് പ്രൊവൈഡ് റോൾ മോഡൽ ഇൻ ദ ക്ലാസ്. അപ്പൊ ഒരു മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് ആണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഓൾഡർ ചിൽഡ്രൻസ് ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള് നമ്മുടെ ആരെയാണ്, യങ്ങർ വൺസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇൻസ്പയർ ചെയ്യും, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. The exercise of practical life which inspire social grace and curiosity help get the children into cohesive group. അതേപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ ഗ്രേസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ തന്നെ നമ്മൾ കുട്ടികളെ പഠിക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരുടെ വിഷമത്തിൽ നമ്മൾ കൂടെ നിൽക്കണം, ഷെയറിങ് ഹാബിറ്റ്, പേഷ്യൻസ്, ഇതെല്ലാം കുട്ടികളിൽ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി എന്ത് ചെയ്യുന്നതാണ്, ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ്. ഇപ്പൊ ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടി ആ വർക്ക് ചെയ്യുന്നത് വരെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. നമുക്ക് ആ മെറ്റീരിയൽ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, അവന്റെ ടേൺ ആവുന്നത് വരെയും വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസ് ആർക്കുണ്ട്, നമ്മുടെ കുട്ടികൾക്കുണ്ട്. സോ പിന്നീട് അവൻ ആ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ എന്താ പറയാ, അവന് ആ പേഷ്യൻസ്, നല്ല ക്ഷമാശീലം ഉള്ള കുട്ടികളായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് ദേഷ്യം വരില്ല, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യും, ബാഡ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ദേ റെസ്പെക്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. അങ്ങനെ കേട്ടാ. ഒന്ന് മോറൽ ഹെൽപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ.
നമുക്ക് ഹാർമണിയും കൂടി നോക്കാം കേട്ടോ. ഹാർമണി നോക്കാം. ഹാർമണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഐക്യം എന്ന് പറയും. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളിൽ തമ്മിൽ നല്ലൊരു ബോണ്ട്, നല്ലൊരു ഐക്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവരിത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, നല്ല ഹാപ്പിനെസ്സോട് കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ആൻഡ് ഹാൻഡ്ലിങ് മോണ്ടിസോറി മെറ്റീരിയൽസ്. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, നമ്മളുടെ ടേൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് ഒരു മടി ഉണ്ടാവില്ല. അവരുടെ ടേൺ ആവുന്നത് വരെ നല്ല ക്ഷമയോടുകൂടി അവരെന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഹാർമണി ഈസ് എൻകറേജ്ഡ് ഇൻ ദ ക്ലാസ് ത്രൂ വർക്ക് ടുഗദർ. ഈ ഹാർമണി എന്ന് പറയുന്നത് നമ്മൾ എൻകറേജ് ചെയ്യുന്നത് കുട്ടികളെ നമ്മുടെ ഈ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നതിലൂടെയാണ്, ഒരുമിച്ച് അവർ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഐക്യം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആസ് ദർ ഈസ് ഓൺലി വൺ സെറ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ ക്ലാസ്. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉള്ളൂ എന്നെങ്കിൽ എ ചൈൽഡ് ഹു വാണ്ട്സ് ടു യൂസ് ദം വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ ചൈൽഡ് ഹു ഈസ് യൂസിങ് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദ പ്ലേസ്. ജസ്റ്റ് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ പിങ്ക് ടവർ ആണെന്ന് വിചാരിക്കും. പിങ്ക് ടവർ ഒരു സെറ്റ് ഉള്ളൂ. ആ ഒരു സെറ്റ് ആ ഒരു കുട്ടി വേറൊരു കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവന്റെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത് വരെ നല്ല പേഷ്യൻസോട് കൂടി അത് വെയിറ്റ് ചെയ്യും. ദെൻ ആ കുട്ടി ആ വർക്ക് ഫിനിഷ് ചെയ്ത് ആ മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യൂലേ, ആ ഒരു സ്ഥലത്ത് അതിന്റെ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെയും അവൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്ത് എന്നിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, അവൻ വർക്ക് ചെയ്യാനായിട്ട് മെറ്റീരിയൽ പോയി എടുക്കുന്നത്. ത്രൂ ദിസ് ചിൽഡ്രൻസ് ലേൺ ടു എക്സസൈസ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. ഇതിലൂടെ കുട്ടികൾ ലേൺ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻസ് ആണ്, ക്ഷമാശീലം, റെസ്പെക്ട്, മറ്റുള്ളവരുടെ റൈറ്റ്സ്, ആ വർക്ക് ചെയ്യാനുള്ള എനിക്ക് എങ്ങനെയാണോ റൈറ്റ്സ് ഉള്ളത് അതേപോലെ തന്നെ അവര് എന്തുണ്ട്, ആ റൈറ്റ്സ് ഉണ്ട് എന്ന് അവർ മനസ്സിലാകും. വിച്ച് വിൽ ഗ്രാജുവലി ബ്രിങ് ഹാർമണി ഇൻ ദ ക്ലാസ്. ഇത് പിന്നീട് നമ്മുടെ ക്ലാസ് റൂമിൽ ഹാർമണി, നല്ലൊരു ഐക്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അപ്പോ നമ്മുടെ ക്ലാസ് റൂമിൽ ഹാർമണി നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഹാർമണി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉള്ളെങ്കിൽ ഒരു കുട്ടി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ആ വർക്ക് ഫിനിഷ് ചെയ്ത് ആ മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യുന്നത് വരെ മറ്റു കുട്ടികൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, അവൻ അടുത്തൊരു കുട്ടി സെലക്ട് ചെയ്യുന്നത്. അവനും ഇതേപോലെ തന്നെ വർക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു പേഷ്യൻസും കാര്യങ്ങളും അവർ ചെറുപ്പത്തിലെ തന്നെ എന്ത് ചെയ്യാണ്, ശീലിക്കുകയാണ്. ഇന്ന് നമ്മളുടെ യങ്ങർ വൺസ്, നമ്മളുടെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ, നമ്മളുടെയൊക്കെ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് ഒരു 5 മിനിറ്റ് പോലും എന്താണ് ഒരു ട്രാഫിക് ബ്ലോക്കിൽ ക്ഷമയോട് കിടക്കാൻ, ഒരു 20 സെക്കൻഡുകൾ പോലും ട്രാഫിക് ബ്ലോക്കിൽ ഒന്ന് ക്ഷമയോട് നിൽക്കാൻ പറ്റില്ല. കാരണം അവരെന്ത് ചെയ്യും, അപ്പൊ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും അല്ലെ. ആ ഒരു ചെറിയ പേഷ്യൻസ് പോലും അവർക്ക് പറ്റുന്നില്ല. ഇവരെന്താണ്, ആ ഒരു കുട്ടി വർക്ക് കംപ്ലീറ്റ് ആകുന്നത് വരെ നല്ല ക്ഷമയോടുകൂടി എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ കുട്ടികൾ വലുതാവുമ്പോൾ ഒരു നല്ല പേഷ്യൻസ് ഉള്ള, നല്ല ക്ഷമാശീലമുള്ള, നല്ല ക്ഷമയുള്ള കുട്ടികളായിട്ട് മാറും. ഓക്കെ ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ ഹാർമണി. മാം, ഓക്കെ, പറഞ്ഞോ. ഐക്യം എന്ന് മാം പറഞ്ഞല്ലോ, പക്ഷെ അത് യോജിപ്പോടുകൂടി വർക്ക് ചെയ്യാൻ ഐക്യം മാത്രമല്ല, യോജിപ്പ് എന്ന് പറയില്ലേ? നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നല്ലൊരു ഐക്യവും കാര്യങ്ങളും, യോജിപ്പ്, അങ്ങനെ മലയാളത്തിൽ പറയും.
ഹാർമണി റീഡ് ചെയ്തോ? മനസ്സിലായത്? When there is such cohesion, അങ്ങനെ ഒരു cohesion ഉണ്ടെങ്കിൽ the following can be preserved of the children. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ക്വാളിറ്റീസ് കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യം പറയുന്നത് കോപ്പറേഷൻ ആണ്. When the activity necessitate it, the children's voluntarily work in a group. നമുക്കറിയാം മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ആൻഡ് കോപ്പറേറ്റ് വെൻ ദേ നീഡ് ടു. അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് നല്ല കോപ്പറേഷനോട് കൂടി അവർ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. This is the outcome of the free life with the free activity. ഇത് എന്തിന്റെ ഔട്ട്കം ആണ്? നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ആക്ടിവിറ്റീസും സെലക്ട് ചെയ്യാനും ആ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിസിപ്ലിൻ. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല, ബട്ട് എ സോഷ്യൽ ഡിസിപ്ലിൻ whereby everyone select his work and doing different things but all work in unison. നമ്മളുടെ ഫോഴ്സ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു സോഷ്യൽ ഡിസിപ്ലിൻ ആണ്. എല്ലാവരും അവരവരുടെ വർക്ക് സെലക്ട് ചെയ്യുന്നു, അവർ ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്സ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാവരും വർക്ക് ചെയ്യുന്നു, ഒത്തൊരുമയോടുകൂടി നല്ല വർക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ വർക്ക് ചെയ്തത്, നേരത്തെ പറഞ്ഞില്ലേ ഹാർമണിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽസ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ മെറ്റീരിയൽസ് ചെയ്ത് ആ മെറ്റീരിയൽ റീപ്ലേസ് ആകുന്നത് വരെ നല്ല പേഷ്യൻസോട് കൂടി എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ത്രൂ എക്സസൈസിങ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. മറ്റുള്ളവരോട് അല്ലെങ്കിൽ ആ പേഷ്യൻസും റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ എക്സസൈസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഡിസിപ്ലിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നത്. The child learn to work in an orderly manner. കുട്ടികള് എന്താണ്, നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കുട്ടികൾ ആ ഒരു ഫ്രീഡം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഒരു ഓർഡർലി മാനറിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പീസ്ഫുള്ളി ടുഗദർ ആൻഡ് ഗെറ്റിംഗ് ഹാർമണൈസ് ഡിസിപ്ലിൻ. നല്ല പീസ്ഫുൾ ആയിട്ട് നല്ലൊരു ഡിസിപ്ലിനോട് കൂടി അവർ നല്ല ഒരു ഐക്യത്തോടു കൂടി നമുക്ക് കാണാനായിട്ട് അവരെ പറ്റും. നല്ല സമാധാനശീലമുള്ള നല്ല ഐക്യമുള്ള കുട്ടികളെയാണ് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വാർത്തെടുക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, ഫ്രൂട്ട് ഓഫ് ലിബർട്ടി ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫ്രീഡത്തിൽ നിന്ന് അവർ നല്ല ഒരു എന്താ പറയാ നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറാണ്. നല്ല പേഷ്യൻസ് ഉള്ള, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന, മറ്റുള്ളവരുടെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല ഒരു വ്യക്തിയായിട്ട് അവൻ എന്ത് ചെയ്യണം? നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, കോപ്പറേഷൻ ആൻഡ് ഡിസിപ്ലിൻ. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നോർമലൈസ്ഡ് ചൈൽഡ് ആവുന്നതിനനുസരിച്ച് ആ കുട്ടികൾ തമ്മിൽ നല്ലൊരു കോപ്പറേഷനും നല്ലൊരു ഐക്യം നമുക്ക് കാണാൻ പറ്റും. ഈ ഐക്യവും കോപ്പറേഷനും വരുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീഡം അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കോപ്പറേഷനും ഐക്യവും നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഡിസിപ്ലിൻ പറഞ്ഞു. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ആ ഫ്രീഡം ജസ്റ്റ് ഒബീഡിയൻസ്. നമ്മൾ ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകതയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ലിബർട്ടി കൊടുക്കുന്നു. ഫ്രൂട്ട് ഓഫ് ലിബർട്ടിയുടെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഡിസിപ്ലിൻ ആൻഡ് ഒബീഡിയൻസ്. ഒരിക്കലും മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ ഡിസിപ്ലിൻ, ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിനോ ഒബീഡിയൻസോ അല്ല കുട്ടികളെ കൊണ്ട് ഫോളോ ചെയ്യുന്നത്. നമ്മൾ അവരെ നാച്ചുറലി ലേൺ ചെയ്യാൻ പഠിക്കുന്നു. സെൽഫ് സ്റ്റഡി ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടികൾ തനിയെ പഠിക്കണം. ഒരു കാര്യങ്ങളും ചെയ്തിട്ട് തെറ്റിപ്പോയിക്കോട്ടെ വീണ്ടും ചെയ്ത് അവർ തന്നെ സ്വയമേ പഠിക്കട്ടെ. ഇനി അവർക്ക് എപ്പോഴെങ്കിലും നീഡ് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നമ്മളെ പോലത്തെ ഫാക്കൽറ്റീസിന്റെ ഹെൽപ്പ് വരുന്നത്. റിപ്പീറ്റ്ലി അവർ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോർമലൈസേഷനിൽ പഠിച്ചു. അതേപോലെ തന്നെ അവരൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു എന്താ പറയാ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഈ കുട്ടികൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നല്ല പേഷ്യൻസ് ഉള്ള, നല്ല മറ്റുള്ളവരുടെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വാർത്തെടുക്കുന്നത്. ഇവർ തമ്മിൽ നല്ലൊരു ഐക്യം നമുക്ക് കാണാൻ പറ്റും. ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ തമ്മിൽ നല്ലൊരു ബോണ്ട്, നല്ലൊരു ഐക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കാണുമ്പോൾ ഈ കുട്ടികൾ തമ്മിൽ നല്ല ഐക്യത്തോടു കൂടി എല്ലാ കുട്ടികളും വർക്ക് ചെയ്യാനായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്.
ഓക്കെ, കോപ്പറേഷൻ ആൻഡ് ഡിസിപ്ലിൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. എല്ലാരും വായിച്ചു നോക്കിയോ? ഇനി പറയുന്നത് സോഷ്യൽ സെന്റിമെന്റ് ആണ് കേട്ടോ. നമ്മള് ചെറുപ്പത്തിൽ നിങ്ങൾ കബഡി ഒക്കെ കളിച്ചിട്ടുണ്ടോ? കബഡി പോലെ അല്ലെങ്കിൽ റിലേ പോലുള്ള ഗെയിം കളിച്ചിട്ടുണ്ടോ? എന്റെ ചെറുപ്പത്തിൽ ഞാൻ കബഡി എന്ന് പറയുന്ന ഗെയിം കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോ എന്താ പറയാ ഞങ്ങള് ഒരുമിച്ച് വന്നിട്ട് ഞങ്ങളുടെ ടീച്ചറാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ 1, 2 എണ്ണിട്ട് അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു ടീം. 1 എന്ന് പറയുന്ന എല്ലാവരും ഒരു ടീം, 2 എന്ന് പറയുന്ന എല്ലാവരും ഒരു ടീം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഓപ്പോസിറ്റ് ടീമിലേക്കൊക്കെ പോകും. നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നവരൊക്കെ വേറെ ടീമിലേക്ക് വരും, നമ്മുടെ ഒപ്പം മറ്റു കുട്ടികളായിരിക്കും. പക്ഷെ നമ്മൾ ആ ഗെയിമിന്റെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ടീം സ്പിരിറ്റ് ആണ്. നമ്മുടെ ടീം ഫെയിൽ ആകരുത്, കുട്ടികൾ തമ്മിൽ നല്ല ബോണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഭയങ്കര ബോണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഒരാള് എന്തായാലും ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ ലോസ്റ്റ് ചെയ്ത് നമ്മുടെ ആളെ എന്ത് ചെയ്യണം, നമ്മുടെ ഗെയിമിലേക്ക് എടുക്കണം എന്നായിരിക്കും നമ്മുടെ തിങ്ക് ഉണ്ടാവുന്നത്. ഫുൾ ടൈം നമ്മൾ ആ ഒരു തിങ്കിങ് ആയിരിക്കും. അതേപോലെ നമ്മൾ റിലേ കളിച്ചിട്ടുണ്ടോ? റിലേ കണ്ടിട്ടുണ്ടോ? അത് 4 പേരും തമ്മിൽ നല്ലൊരു ബോണ്ട്, നല്ലൊരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗെയിം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പ് അച്ചീവ്മെന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. 4 വ്യക്തികളുടെയും എനർജീസ് ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമാണ് റിലേ പോലുള്ള ഒരു ഗെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തമ്മിൽ എന്താണ് ഭയങ്കര ബോണ്ട്, ആ കുട്ടികൾ തമ്മിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് തമ്മിൽ ഉള്ള കുട്ടികൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവും. ലൈക്ക് ടു യൂണിറ്റി, ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്നാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ റിലേയിൽ ഒരാള് കുറച്ച് ബാക്ക് ആയി പോയി, നമ്മുടെ ടീം മെമ്പർ ഒരാൾ ബാക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് നമ്മൾ ഫ്രണ്ടിലാവാൻ നോക്കണം, അല്ലെ? അങ്ങനെയല്ലേ ഗെയിം. ആ ഒരു യൂണിറ്റി, കോപ്പറേഷൻ, ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആൻഡ് ആ യൂണിറ്റി നമുക്ക് ഈ ഗെയിമുകളിൽ കാണാൻ പറ്റും, ഗ്രൂപ്പ് ഗെയിമുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മുടെ കുട്ടികൾ തമ്മിലുള്ള കോപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. സോഷ്യൽ സെന്റിമെന്റ് ഹാപ്പൻ വെൻ ദ ചൈൽഡ് ഇസ് പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ബിലോങ്സ് ടു ഹിസ് ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികൾ തമ്മിൽ കാണുന്ന ഒരു പ്രൗഡ് ആൻഡ് ഹാപ്പിനെസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദർ ഇസ് എ സെൻസ് ഓഫ് യൂണിറ്റി, ഒരു യൂണിറ്റിയുടെ, ഒരു ഒത്തൊരുമയുടെ ആ ഒരു സെൻസ് ആണ് നമുക്ക് കാണുന്നത്. ആസ് ദ ചൈൽഡ് ഈസ് നോട്ട് ഓൺലി പ്രൗഡ് ഓഫ് ഹിസ് വർക്ക് ബട്ട് ഓൾസോ ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഗ്രൂപ്പ്. ഇപ്പൊ എന്റെ മാത്രം വർക്ക് ഞാൻ ഹാപ്പി ആവണം എന്നുള്ള ചിന്തയായിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ആ ഒരു ഗ്രൂപ്പായിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളെല്ലാവരും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, മോണ്ടിസോറിയിൽ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ എന്ത് ചെയ്തു, മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോ ഞാനുണ്ടെന്ന് വിചാരിക്കും, ഞാൻ മാത്രമായി എക്സാം എഴുതി പാസ്സാവണം എന്നുള്ള തിങ്കിങ് ആയിരിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക. കാരണം നമ്മൾ എല്ലാവരും കൂടി ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് നമുക്ക് എല്ലാവരും കൂടി ആ ഒരു ഗോൾ, നമ്മുടെ എന്താ പറയാ, ആ ഒരു എയിം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കണം. എക്സാം ഒക്കെ എഴുതി അത് ആ ഒരു ലക്ഷ്യം നേടിയെടുത്ത ഒരു ടീച്ചർ ആണെന്നുള്ളത് എല്ലാവരും ഒരുമിച്ചതാവുമ്പോൾ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഈ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെല്ലാവരും ആ ഒരു മൂമെന്റ് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. നമ്മളുടെ ഇപ്പൊ ചിലപ്പോ ഇപ്പൊ ആ ഒരു കുട്ടി മറ്റൊരു കുട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്നത് നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്ത് കാണാൻ പറ്റും. ഞങ്ങള് സാധാരണ കോൺവെക്കേഷൻ കാണുമ്പോൾ നമ്മുടെ മോണ്ടിസോറിയുടെ, പ്രത്യേകിച്ച് മോണ്ടിസോറിയുടെ കോൺവെക്കേഷൻ കാണുമ്പോൾ ഞങ്ങൾ കാണുന്നതാണ് കുട്ടികൾ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിന് സന്തോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് സോഷ്യൽ സെന്റിമെന്റ്സ്. നമ്മൾ ഗ്രൂപ്പ് അച്ചീവ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ, അച്ചീവ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പായിട്ട് ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു യൂണിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഓണം സെലിബ്രേഷൻ ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ പ്രാവശ്യം?
ആ സമയത്ത് തിരുവാതിരയും ഒപ്പന അല്ലെങ്കിൽ തിരുവാതിര എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു യൂണിറ്റിയിലേക്ക് എത്തി. ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ നിങ്ങൾ കുട്ടികൾ തമ്മിൽ നല്ലൊരു യൂണിറ്റിയിലേക്ക് എത്തി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയത്. കാരണം പല സ്ഥലത്തുള്ള പല നാടുകളിലുള്ള ആൾക്കാർ ഒരുമിച്ച് ആ ഒരു സമയത്ത് ഒരുമിച്ചാണ്. നമുക്ക് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി നിങ്ങൾ ഒരുമിച്ച് ആ ഒരു കാര്യം അച്ചീവ് ചെയ്തു. ഇതാണ് നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സോഷ്യൽ സെന്റിമെന്റ്സ് എനിക്ക് മാത്രം നേടിയെടുത്താൽ പോരാ, എന്റെ കൂടെ ഉള്ളവരും ഒരുമിച്ച് നമ്മളത് നേടിയെടുക്കണം എന്നൊരു ഫീലിംഗ് ഫോർ അതേഴ്സ്, അത് നിങ്ങൾക്ക് നോർമലി ഡെവലപ്പ് ആവുന്നതാണ്. ദെൻ ഒബീഡിയൻസ് ആണ്. When children in Montessori classroom are happy, harmonious and peaceful with themselves, നമ്മുടെ കുട്ടികൾ നല്ല സന്തോഷവാരായിരിക്കും, നല്ല ഐക്യമുള്ളവരായിരിക്കും, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ല സമാധാനശീലരായിരിക്കും. They are able to take instruction from their teachers. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അവര് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യും. This is not a forced discipline or obedience. ഇതൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിനോ ഒബീഡിയൻസോ അല്ല. ബട്ട് മോർ ദാൻ ദാറ്റ് ഇന്നർ ഡിസിപ്ലിൻ ആസ് ദ റിസൾട്ട് ഓഫ് ഇന്നർ ഗ്രോത്ത്. നമ്മൾ ഈ കുട്ടികൾ കാണുന്നത് ഇന്നർ ഡിസിപ്ലിൻ ആണ്. ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മിക്കവർക്കും എന്താണ് വോയിസ് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാളൊക്കെ മ്യൂട്ട് ഓൺ ചെയ്തിരിക്കും. അപ്പൊ ഞാൻ എന്ത് ഫുൾ ആയിട്ട് മ്യൂട്ട് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ മ്യൂട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. സോ എന്റെ ഒരു ഡ്യൂട്ടിയാണ് മ്യൂട്ട് ആയിരിക്കുക, ക്ലാസ് എടുക്കുന്ന സമയത്ത് മ്യൂട്ട് ആവാം. എനിക്ക് എന്തെങ്കിലും പറയാനുള്ളപ്പോൾ മാത്രം മ്യൂട്ട് ഓൺ ചെയ്ത് എന്ത് ചെയ്യാൻ സംസാരിക്കാം. അത് നിങ്ങളുടെ ഇന്നർലി നിങ്ങൾ ഉള്ളിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾ വരാണ്. നമ്മളിവിടെ ഫോഴ്സ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കുമെന്നല്ല, നിങ്ങൾ നോർമലി അതിലേക്ക് വരാണ്. ബട്ട് മോർ ദാൻ ദ ഇന്നർ ഡിസിപ്ലിൻ ആസ് ദ റിസൾട്ട് ഓഫ് ഇന്നർ ഗ്രോത്ത് ദ ചിൽഡ്രൻസ് ആർ പ്രൗഡ് ഓഫ് ബീങ് ഏബിൾ ടു ഹെൽപ്പ് ദർ ക്ലാസ്മേറ്റ്സ്. അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നല്ല പ്രൗഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറി എന്നാ പറയുന്നത്. ഒബീഡിയൻസ് നമ്മളിവിടെ നിന്ന് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നാച്ചുറലി നിങ്ങളിൽ ഫോം ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടർ ആണ് കേട്ടോ. എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ when the children have to act the environmental condition, they are able to develop their character. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടേതായ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു പവർ കിട്ടും. നമ്മൾ അവരുടേതായ നോർമലായിട്ട് നല്ല ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എ പേഴ്സൺ ഓഫ് ക്യാരക്ടർ ഇസ് ഫ്രീ, കോൺഫിഡൻറ്റ്, റിസോൾവ് എക്സെട്ര. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു ഫ്രീ മൈൻഡ് ആയിരിക്കും, നല്ല കോൺഫിഡന്റ് ആയിരിക്കും. കാരണം അവർ വർക്ക് ചെയ്ത് അവരത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടും. പിന്നീട് ആയാലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളൊരു കുട്ടികളോട് പറയുമ്പോൾ എനിക്ക് മടിയൊന്നും കൂടാതെ അവർ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യും. ദ ഫോർമേഷൻ ഓഫ് ദിസ് ക്വാളിറ്റി കംസ് ഫ്രം ദ എക്സ്പീരിയൻസ് ആൻഡ് എക്സസൈസ്. ഇറ്റ് കനോട്ട് ബി തോട്ട്. ഈ ക്വാളിറ്റീസും കാര്യങ്ങളും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ എക്സസൈസ് ചെയ്യുന്നതിലൂടെയാണ് ഈ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അത് അവർ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. Therefore, children must get opportunity to exercise these to form character. അപ്പൊ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് മെറ്റീരിയൽസും കാര്യങ്ങളും ഈ കുട്ടികളിൽ നല്ല ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. They must learn to take their turns. അവര് മറ്റുള്ളവരിൽ നിന്ന് നല്ല ക്വാളിറ്റീസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യുന്നതൊക്കെ അവർക്ക് നമുക്ക് കാണാൻ പറ്റും. ഓൺ ഡിസിഷൻസ്, സ്വയം തീരുമാനം എടുക്കാൻ പറ്റും. ആൻഡ് വെൻ ദേ ഡിസൈഡ് ആൻഡ് സെലക്ട് ഫോർ ദംസെൽഫ്, അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യും. ഇന്ന മെറ്റീരിയൽ ഞാൻ വർക്ക് ചെയ്യാൻ സെലക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ഷൻസ്, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അവർ പഠിക്കണം. ദേ ഡെവലപ്പ് ദീസ് ക്വാളിറ്റീസ്. ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്യാണ്. ജസ്റ്റ് സ്പീഡായിരുന്നു ക്യാരക്ടർ പറഞ്ഞപ്പോ. ഒന്നുകൂടി നോക്കാം. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടേതായ ക്യാരക്ടറും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു പേഴ്സൺ നല്ല ഫ്രീഡത്തോടു കൂടി നല്ല കോൺഫിഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ എന്താ പറയാ, ഈ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ അവരെ അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയും എക്സസൈസ് ചെയ്യുന്നതിലൂടെയും ആണ് അവർക്ക് ഈ ഒരു ഫോർമേഷൻ, ഈ ക്വാളിറ്റീസിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ചിൽഡ്രൻസ് മസ്റ്റ് ഓപ്പർച്യൂണിറ്റി എക്സസൈസ് ദീസ് ടു ഫോം ക്യാരക്ടർ. ഈ കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അവർ വർക്ക് ചെയ്യുന്നതും അവരുടെ പേഷ്യൻസ്, അവർ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത്, ആ മെറ്റീരിയലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ അവരുടെ ക്യാരക്ടർ ഫോം ചെയ്യാൻ അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതേപോലെ they must learn to take theirs. അവർക്ക് സ്വന്തം എന്താണ് വേണ്ടത് എന്നിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അവർക്ക് വേണ്ടത് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാനും സെലക്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി അവർക്കുണ്ടാവും. they develop these qualities. ഈ ക്വാളിറ്റീസ് ഒക്കെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ നോർമലി ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ്. ആ സോഷ്യൽ സെന്റിമെന്റ് മുതൽ ക്യാരക്ടർ വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി ഏതെങ്കിലും ചാപ്റ്റർ ടീച്ചേഴ്സ് എടുക്കാൻ ഉണ്ടോ? പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് എടുക്കാനുണ്ടോ? മൂവ്മെന്റ് മാത്രം ബാക്കിയുണ്ട് മാം, അത് ആതിര മാം എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, മൂവ്മെന്റ്സ് ഉണ്ട്, അത് ആൻസർ. ഓക്കെ, വേറെ ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ല. അശ്വതി മിസ് റിവിഷനാണോ പോകുന്നത്? ആണോ? അല്ല മാം, അശ്വതി 2-3 പോയിന്റ് കൂടെ ഉള്ളു. ആണോ? കഴിയാറായി. കഴിയാറായി. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി ആൻഡ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ, ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് വരണം, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരണം. റിവിഷന് വേറെ ടൈം ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡോക്ടർ മരിയ മോണ്ടിസോറി ആൻഡ് നോർമലൈസേഷൻ ഡീവിയേഷൻ ആയിരിക്കും റിവൈസ് ചെയ്യുന്നത്. ഓക്കെ മാം, ഇതിന്റെ മോക്ക് ടെസ്റ്റ് തരുമോ? ഇന്ന് തരും കേട്ടോ. താങ്ക് യു ഓൾ. മാം ഒരു ഡൗട്ട് ഉണ്ട് മാം. പറഞ്ഞാ അതെ മാം, ഇതില്ലേ ഈ പറഞ്ഞത് മറ്റേ ഒബീഡിയൻസിന്റെ മോണ്ടിസോറി ക്ലാസ് റൂംസ് ആർ ഹാപ്പി, ഹാർമണി ആൻഡ് പെയിൻഫുൾ എന്ന് വെച്ചാൽ എന്താ? എവിടെയാടാ? ഒബീഡിയൻസിന്റെ ആദ്യത്തെ സെന്റൻസ്, ദ ചിൽഡ്രൻസ് ഇൻ ദ മോണ്ടിസോറി ക്ലാസ് റൂം ആർ ഹാപ്പി, ഹാർമോണിയസ് ആൻഡ് പെയിൻഫുൾ. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ തമ്മിൽ നല്ല സന്തോഷവാരായിരിക്കും, നല്ല ഐക്യമുള്ളവരായിരിക്കും, നല്ല സമാധാനശീലരായിരിക്കും. ഓക്കെ, താങ്ക് യു. സൈനിങ് പറഞ്ഞോടാ. Sign out. Okay, ma'am. സൈൻ ഔട്ട്. As we come to the end of our class, shall I ask some riddles? Here we go. Question number 1. What has to be broken before you can use it? I will repeat the question. What has to be broken before you can use it? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. Okay. What has to be broken before you can use it? കോക്കനട്ട്. എഗ് അല്ലേ? എഗ്. അതെ, കറക്റ്റാ. അതെ. Second one, what gets wetter the more it dries? What gets wetter the more it dries? സ്വെറ്റർ ആണോ? Sweater അല്ല. അത് ഒന്നും കൂടെ വെട്ടതാണോ? എന്താ ക്വസ്റ്റ്യൻ? ഒന്നും What gets wetter the more it dries?
അറിയില്ലടാ, പറഞ്ഞു. Answer towel. മൂന്നാമത്തെ question. What kind of room has no doors or windows? What kind of room has no doors or windows? മഷ്റൂം. അതെ, correct. Thank you and have a wonderful day. Thank you, ma'am. Thank you Thank all. you, ma'am. താങ്ക് യു മാം.